വാദങ്ങൾ കൊണ്ട് ഒരിക്കലും ആളുകളെ പരാജയപ്പെടുത്തരുത്. പകരം നിങ്ങളുടെ പുഞ്ചിരി കൊണ്ടവരെ പരാജയപ്പെടുത്തുക. കാരണം എപ്പോഴും നിങ്ങളോട് തർക്കിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ നിശബ്ദത സഹിക്കാൻ കഴിയില്ല. സത്യം ഒരിക്കലും ഞാൻ സത്യമാണെന്ന് അംഗീകരിക്കില്ല. ഒരു നുണ എപ്പോഴും ഞാൻ മാത്രമാണ് സത്യമെന്ന് അവകാശപ്പെടുന്നു. താക്കോൽ ഇല്ലാതെ പൂട്ടുകൾ എപ്പോഴും നിർമ്മിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ദൈവം ഒരിക്കലും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ തരില്ല. അവ തുറക്കാൻ നമുക്ക് ക്ഷമയുണ്ടായാൽ മാത്രം മതി. കരയാൻ ആരെ കൊണ്ടും സാധിക്കും. എന്നാൽ കരയിക്കാനായിട്ട് സ്നേഹിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു സ്ത്രീ തനിക്ക് കഴിയുമെന്ന് വിചാരിച്ചാൽ അവൾക്ക് അവളുടെ വിധി മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതം തിരുത്തി എഴുതാൻ സാധിക്കും. പുഞ്ചിരിക്കുന്ന മുഖങ്ങളെല്ലാം വിശ്വസിക്കരുത്. കാരണം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ചിരിയും ആ പുഞ്ചിരിയിൽ അടങ്ങിയിരിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത് എന്തു തന്നെയായാലും, അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ ആയിക്കോട്ടെ, അതുതന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ജീവിതം സൈക്കിൾ പോലെ ആവണം. ആരൊക്കെ എവിടുന്ന് ചവിട്ടിയാലും മുന്നോട്ട് തന്നെ പോവണം. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവ്. മനസ്സിലാക്കിയാലും മനസ്സിലാവാത്ത പോലെ പെരുമാറാൻ കഴിയുക എന്നതാണ് മനുഷ്യൻ്റെ അതിലും വലിയ കഴിവ്. നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുക. നിങ്ങളോടുണ്ടാകുന്ന തെറ്റിദ്ധാരണകളെ തിരുത്തേണ്ട ആവശ്യമില്ല. അവരെ ഒഴിവാക്കുക. മുന്നോട്ടു പോവുക. ഒരില കൊഴിഞ്ഞെന്നു കരുതി ഒരു മരവും വീണ ചരിത്രമില്ല. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്ന് വരാം. പക്ഷേ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും തോറ്റുപോകും. നമുക്ക് ശരിയാകില്ലെന്ന് തോന്നിയാൽ പിന്നങ്ങ് വിട്ടുകളഞ്ഞേക്കണം. അല്ലാതെ ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് കരുതി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉള്ള ഹാപ്പിനെസ് കൂടി കളയാതിരിക്കുക. തിരക്കുകളിൽ നാം മറന്നു പോകുന്ന പല മുഖങ്ങളും നമ്മളിലില്ലേ? ഒരു കാലത്ത് തിരക്കൊന്നും ഇല്ലാതെ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ കൂട്ടായി കൂടെ നിന്നവർ, ചേർത്ത് നിർത്തിയവർ, നമ്മളെ കേട്ടിരുന്നവർ ഓർത്തു നോക്കൂ ആ മുഖങ്ങൾ. മരണം വരെ ഉത്തരം കിട്ടാത്ത ഒരേ ഒരു ചോദ്യം, ആരെ വിശ്വസിക്കണം എന്നതാണ്. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വാക്കുകൾ 3 കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ. ഇത് സത്യമാണോ? അത് ആവശ്യമാണോ? അത് ധ്യേയമുള്ളതാണോ? സ്നേഹം എന്ന വാക്കിന് ഉള്ളു നിറയ്ക്കാനും കണ്ണു നിറയ്ക്കാനുമുള്ള പ്രത്യേക കഴിവുണ്ട്. നമ്മുടെ മിത്രമോ ശത്രുവോ ആയി ആരും ഈ ലോകത്തേക്ക് വരുന്നില്ല. നമ്മുടെ പെരുമാറ്റവും വാക്കുകളുമാണ് ആളുകളെ നമ്മുടെ മിത്രങ്ങളോ ശത്രുക്കളോ ആക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ലാതാകാം. ഒന്നിനും ഒരു ഗ്യാരണ്ടിയുമില്ല. ആരും ഒന്നും സ്വന്തമാക്കുന്നില്ല. ഓർക്കുക, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഫുൾ സ്റ്റോപ്പ് വരുന്ന ഒന്ന് മാത്രമാണ് നമ്മുടെ ജീവിതം. സങ്കടങ്ങൾ സമ്മാനിച്ച മനുഷ്യന് സമ്മാനപ്പൊതിയുമായി വീണ്ടും വരും. ഇനിയും അത് സ്വീകരിക്കേണ്ടതില്ല. തുറന്നു നോക്കേണ്ടതുമില്ല. കാത്തു നിൽക്കാതെ, കൈനീട്ടി നിൽക്കാതെ തിരിഞ്ഞു നിൽക്കാൻ പഠിക്കണം. വീണ്ടും ഒരു വേദനയ്ക്ക് നിങ്ങളായി വഴിയൊരുക്കരുത്. ജീവിതം ഒരു പാഠമാണ്. അത് പഠിക്കാൻ വിദ്യാഭ്യാസം ആവശ്യമില്ല. അനുഭവങ്ങൾ മാത്രം മതി. ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒന്ന് പൂർത്തിയായാൽ മറ്റൊന്ന് ഉടനടി ജനിക്കപ്പെടും. പ്രായം, സമ്പത്ത്, പദവി എന്നിവയിൽ എത്ര വലിയ വ്യക്തിയാണെങ്കിലും എല്ലാ ജീവജാലങ്ങളോടും സ്നേഹവും വാത്സല്യവും ആദരവും ഉള്ളവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ വലിയവൻ. ആരുടെയെങ്കിലും ദാരിദ്ര്യം കാരണം ബന്ധങ്ങൾ തകർക്കരുത്. കാരണം പണക്കാരുടെ വീട്ടിൽ കിട്ടാത്ത ബഹുമാനം പാവപ്പെട്ടവൻ്റെ വീട്ടിൽ കിട്ടും. തക്കതായ കാരണങ്ങൾ ഇല്ലാതെ പറഞ്ഞ വാക്കിൽ നിന്നും പിന്മാറുന്നവരെ വിശ്വസിച്ചു പോവരുത്. ഒരു സ്ത്രീ നിങ്ങളെ പെട്ടെന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് അവളെ തിരിച്ചൊഴിവാക്കാൻ ശ്രമിക്കുക. നമുക്കുണ്ടാകുന്ന ഇമോഷൻസിനെ പുറത്ത് കാണിക്കാതിരിക്കുക. അവളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുക. ഒരു ഭാര്യ കൂടുതലായും ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവ് സുന്ദരനാകണം, സമ്പന്നനാകണം എന്നല്ല, തന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും അവരുടെ ജീവിതത്തിൽ അവർക്കുള്ള പ്രാധാന്യത്തിൻ്റെ വില കൽപ്പിക്കുകയും ചെയ്യുന്നവരാകണം എന്നാണ്.